നിങ്ങൾക്ക് ഒരു മോളെ ഓർമ്മയുണ്ടോ? നൈസ മോളെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വയനാട് സന്ദർശന വേളയിൽ ചേർത്ത് പിടിച്ച ആ കുട്ടിയെ ഓർമ്മയില്ലേ? അപ്പോൾ ആ കുട്ടിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ് ഇനി വരാൻ പോകുന്നത്. വയനാട്ടിലെ LDF UDF ഹർത്താലിനെ പിന്തുണച്ച് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിലെ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ച നൈസ മോളുടെ കുടുംബം കേന്ദ്ര സർക്കാർ സഹായം പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിച്ചെന്ന് നൈസ മോളുടെ മാതാവ് ജസീല 24 പറഞ്ഞു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ നൈസ മോൾ അവളുടെ കളിയും കുസൃതിയും ഒക്കെ തന്നെ പ്രധാനമന്ത്രിക്ക് അന്ന് വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ഒരുപക്ഷെ നൈസ മോൾ ദേശീയ ശ്രദ്ധ നേടി ഈ ചിത്രത്തിലൂടെ. പ്രധാനമന്ത്രി ചേർത്തു പിടിച്ച കുഞ്ഞാണ് നൈസ മോൾ. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ല എന്നുള്ള നിലപാട് വന്നതോടെ ഈ കുടുംബത്തിനും ചിലത് പറയാനുണ്ട്. അവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്തായിരുന്നു പ്രധാനമന്ത്രി വന്നിരുന്നത്. വന്നപ്പോൾ ഒരു സന്തോഷം സമാധാനമൊക്കെ തോന്നി. എന്തായാലും നമ്മളെ സഹായിക്കുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുക. സഹായിക്കുന്ന നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒന്നും ആവാതെ നിൽക്കുകയാണ്. ഇപ്പോൾ 1 വർഷമാണ് ഇപ്പോൾ ഇവർ എല്ലാവർക്കും ഈ മാറി താമസിച്ചവർക്കൊക്കെ വാടക പറഞ്ഞിട്ടുള്ളത്. ഇനി ഇപ്പം 3 മാസം കഴിയാൻ 4 മാസം ആവാനായി. ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഞങ്ങൾ പിന്തുണയ്ക്കും. ഞങ്ങളെപ്പോലെ കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് എന്തായാലും ഹർത്താൽ ഉണ്ടാകണം. അതുതന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇങ്ങനെ പോയാൽ അപ്പോൾ എത്രയും ആൾക്കാരാണ് വയ്യാതാരായി കിടക്കുന്നത്. അവർക്കൊരു ജീവിതമാർഗം വേണ്ടേ, ഒരു വീട് വേണ്ടേ? ഇതിപ്പോൾ എന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കണം എന്നാണ് പറയാനുള്ളത്. പാപ്പാനെ കിട്ടാണ്ട്, കുട്ടീൻ്റെ പാപ്പാനെ കിട്ടിയിട്ടില്ല. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ടോളം. മൂത്താപ്പാൻ്റെ 2 മക്കളെ കിട്ടാണ്ട്, ചെറിയ മക്കളാണ്, വരെ കിട്ടിയിട്ടില്ല. ഇത് DNA ടെസ്റ്റ് ഇന്നുണ്ട് നാളെ ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ ഒരു ഇതുണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാകണം. എന്നെങ്കിലല്ലേ അവർക്ക് കിട്ടാനുള്ള സഹായങ്ങൾ കിട്ടുള്ളൂ. ഒരു മരണ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ വരെ അത് എന്തെങ്കിലും തീരുമാനമാകണം. അതുകൊണ്ട് അതിനെപ്പറ്റി പ്രത്യേകിച്ച് അതൊന്ന് തീരുമാനമായി കിട്ടണം. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അവർക്ക് ജീവിക്കണ്ടേ, അതിനുള്ളൊരു മാർഗ്ഗം അത് ഒന്നല്ലെങ്കിൽ തിരഞ്ഞ് അതിൻ്റെ DNA ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള സഹായങ്ങൾ കൊടുക്കുക. അത് കഴിഞ്ഞ് മുന്നേയും രാഹുൽ ഗാന്ധി വരൊക്കെ വന്നു, അതൊന്നും മുന്നോട്ടില്ല. പ്രധാനമന്ത്രിൻ്റെ ആണ് മുന്നോട്ടുള്ളത്. അതാ മൂപ്പരെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും തരണ്ടേ, മന്ത്രിയെങ്കിലും നമുക്ക് എന്തെങ്കിലും തരണ്ടേ. അതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കേൾക്കണ്. അപ്പം നമുക്ക് സമരത്തിന് പോകണം, ശക്തമായി തന്നെ സമരം നടക്കണം. കേന്ദ്ര സർക്കാരിൽ നിന്നും അർഹമായ ധനസഹായം ലഭ്യമാകണമെന്നാണ് ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിനാൽ തന്നെ ഹർത്താലിനെ പിന്തുണയ്ക്കുമെന്ന് നൈസമോളുടെ കുടുംബവും വ്യക്തമാക്കുന്നു. മനു ദാമോദറിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. എന്തായാലും നൈസമോളുടെ ഉമ്മ പറഞ്ഞതുപോലെ വയനാട്ടിലെ ദുരന്തത്തിൽ കേന്ദ്ര സഹായം തീർച്ചയായിട്ടും ലഭ്യമാക്കുക തന്നെ വേണം. വിനീസ് നായർ പറയുന്നത്, ആര് ശ്രമിച്ചാലും നമ്മുടെ ജനകീയ ചാനലിനെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ആ ആത്മവിശ്വാസം പ്രേക്ഷകർക്കും നമുക്ക് ഒരുപോലെ ഉണ്ട് എന്ന് താങ്കൾ മനസ്സിലാക്കുക. സീന മുഹമ്മദ് പറയുന്നത്, പൊടിക്കൈ കാണിച്ചാൽ 24 പ്രേക്ഷകർ അങ്ങ് പോകുമെന്ന് കരുതിയാൽ അത് വെറും വ്യാമോഹമായിരിക്കും. 24 പ്രേക്ഷക കട്ടിൽ കണ്ട് 24ൻ്റെ പ്രേക്ഷകരുടെ കട്ടിൽ കണ്ട് പനിക്കണ്ട എന്ന് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ ശിവരാമൻ പറഞ്ഞതാണ്. ആൾ പഴയ പട്ടാളമാണ്. പട്ടാളം, ബിഗ് സല്യൂട്ട്.